ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്കിടയിൽ തന്ത്രപ്രധാനമായ സൈനിക താവളത്തിൽ അമേരിക്ക യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ. ഗ്രീൻലാൻഡിന്റെ പിറ്റുഫിക് സ്പേസ് ബേസിലാണ് യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാൻ ഒരുങ്ങുന്നത്. നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡിന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രമാണിത്. അമേരിക്കയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ വിന്യാസമെന്നും ഇത് നേരത്തെ ആസൂത്രണം ചെയ്തതാണെന്നുമാണ് നോറാഡ് യുദ്ധവിമാന വിന്യാസത്തെപ്പറ്റി വിശദീകരിക്കുന്നത്. ഡെൻമാർക്കുമായി ഏകോപിച്ചാണ് ഈ നടപടിയെന്നും ഗ്രീൻലാൻഡ് സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് US സൈന്യം പറയുന്നത്. ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്താൻ സമ്മർദ്ദം ശക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നതിനിടെ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുന്നത് ചർച്ചയാകുന്നുണ്ട്. സൈനിക വിന്യാസത്തിന്റെ കൃത്യമായ സമയം അമേരിക്ക വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ട്രംപിന്റെ സമ്മർദ്ദം ശക്തമാകുന്ന ഈ സാഹചര്യത്തിൽ നീക്കം നിർണായകമാണ്. ഗ്രീൻലാൻഡ് നടപടിയെ പിന്തുണച്ചില്ല എങ്കിൽ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ് തുടങ്ങിയ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ കനത്ത താരിഫുകൾ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഫെബ്രുവരി 1 മുതൽ 10%, ജൂണോടെ ഇത് 25% ഉയർത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതിനിടെയാണ് ഈ സൈനിക വിന്യാസവും വരുന്നത്. റഷ്യൻ ഭീഷണി ചൂണ്ടിക്കാട്ടിയാണ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ US ശ്രമം നടത്തുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ച ഗോൾഡൻ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കൃത്യതയിൽ ഗ്രീൻലാൻഡിന് നിർണായകമായ സ്ഥാനമുണ്ട്. അതേസമയം US വെല്ലുവിളിച്ച് ഡെൻമാർക്ക് തങ്ങളുടെ സൈനികരെ ഗ്രീൻലാൻഡിലേക്ക് അയച്ചിട്ടുമുണ്ട്. ഗ്രീൻലാൻഡിൽ നാറ്റോയുടെ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് ഡെൻമാർക്ക് നിർദ്ദേശിച്ചു. അമേരിക്ക ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ബലം പ്രയോഗിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ബലപ്രയോഗം നടത്തുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അഭിപ്രായമില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് മറുപടി പറഞ്ഞത്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുകയാണ് തന്റെ ഉദ്ദേശമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഒരു സൈനിക നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകില്ലെന്ന് തന്നെയാണ് ട്രംപ് ഇതിലൂടെ ഇപ്പോഴും സൂചിപ്പിക്കുന്നത്. അതേസമയം ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഇടപെടുന്ന യൂറോപ്യൻ യൂണിയനെതിരെയും ട്രംപ് രംഗത്തെത്തി. യൂറോപ്പ് ആദ്യം യുക്രൈൻ യുദ്ധത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നായിരുന്നു ട്രംപിന്റെ വിമർശനം. ഗ്രീൻലാൻഡിനു മേൽ ഡൊണാൾഡ് ട്രംപ് ചെലുത്തുന്ന സമ്മർദ്ദം തെറ്റാണെന്നും സ്വീകാര്യമല്ലെന്നും വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് അതിനെ തള്ളിക്കൊണ്ട് രാജ്യങ്ങൾ രംഗത്തെത്തിയത്. ഞായറാഴ്ച ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ അംബാസിഡർമാരുടെ അടിയന്തര യോഗത്തിലായിരുന്നു ഒറ്റക്കെട്ടായി USന്റെ ഭീഷണിക്കെതിരെ നിലപാടുമെടുത്തത്. ഗ്രീൻലാൻഡിന് ചുറ്റും റഷ്യ നടത്തിയ നീക്കങ്ങളെ ചെറുക്കുന്നതിൽ ഡെൻമാർക്ക് പരാജയപ്പെട്ടു എന്നായിരുന്നു ട്രംപിന്റെ വാദം. ഗ്രീൻലാൻഡിൽ നിന്ന് റഷ്യൻ ഭീഷണി അകറ്റണമെന്ന് നാറ്റോ 20 വർഷമായി ഡെൻമാർക്കിനോട് പറയുന്നുണ്ട്. എന്നാൽ ഡെൻമാർക്കിന് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ചെറുക്കാനുള്ള സമയമായി എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞത്. വ്യാപാര യുദ്ധം ആരുടെയും താല്പര്യത്തിന് നിരക്കുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. തീരുവകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീഷണികൾ സ്വീകാര്യമല്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു. യുക്രൈനിലോ ഗ്രീൻലാൻഡിലോ അല്ലെങ്കിൽ ലോകത്തിലെ മറ്റെവിടെയെങ്കിലുമോ ഭീഷണികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഒരു ഭീഷണിയും ഞങ്ങളെ സ്വാധീനിക്കില്ല എന്നാണ് അദ്ദേഹം എക്സിൽ പറഞ്ഞത്. യൂറോപ്യൻ പരമാധികാരം ഉയർത്തിപ്പിടിക്കുമെന്നും ഐക്യത്തോടെയും ഏകോപിതമായും പ്രതികരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഗ്രീൻലാൻഡിന്റെ സുരക്ഷയ്ക്കായി ശബ്ദമുയർത്തുന്ന രാജ്യങ്ങൾക്കെതിരെ തീരുവ ചുമത്തുമെന്ന ആശയത്തോട് യോജിപ്പില്ലെന്നും പറഞ്ഞു. UK, ജർമ്മനി, ഫ്രാൻസ് എന്നിവയുൾപ്പെട്ട 8 യൂറോപ്യൻ രാജ്യങ്ങൾ ഞായറാഴ്ച ഒരു സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു. 1953 നിയമപരമായി ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമായത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഇതിന് മാറ്റം വരുത്താൻ കഴിയൂ. 2009 ജനഹിത പരിശോധനയിലൂടെ ഗ്രീൻലാൻഡ് സ്വയംഭരണാവകാശം നേടിയെടുക്കുകയും ചെയ്തു. ട്രംപ് സർക്കാർ വീണ്ടും അധികാരത്തിലേറിയതിന് പിന്നാലെ ഡെൻമാർക്ക് ഗ്രീൻലാൻഡിലെ അവരുടെ സൈനിക ബലം വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം $2.3 ബില്യൺ പ്രദേശത്തിന്റെ പരമാധികാരം നിലനിർത്തുന്നതിനും വികസനത്തിനുമായി ഡെൻമാർക്ക് നീക്കിവെച്ചത്. 2 പുതിയ നാവിക കപ്പലുകൾ, ദീർഘദൂര നിരീക്ഷണ ഡ്രോണുകൾ, ഉപഗ്രഹ നിരീക്ഷണം എന്നിവ ശക്തമാക്കുന്നതിനായാണ് ഈ തുക ചെലവഴിച്ചത്. ഇന്നും ഗ്രീൻലാൻഡിന്റെ വാർഷിക ബജറ്റിന്റെ പകുതിയിലേറെ ഡെൻമാർക്ക് നൽകുന്ന വിഹിതമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.